ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കോട്ടയം നാമ്പടത്ത് നടക്കുന്ന ഫ്ലവർ ഷോയുടെ വിശേഷങ്ങളുമായിട്ടാണ്. പൂക്കളെയും ചെടികളെയും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്കും മനസ്സൊന്ന് റിലാക്സ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും വരാൻ പറ്റിയൊരിടം. അങ്ങനെ ഞങ്ങൾ പാസ്സൊക്കെ എടുത്ത് അകത്തേക്ക് കയറി. ഇഷ്ടംപോലെ വെറൈറ്റി ആയിട്ടുള്ള ഫ്ലവേഴ്സൊക്കെയുള്ള പ്ലാന്റ്സ് ഉണ്ടായിരുന്നു. ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ ഒരുപാട് ഏരിയാസൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനാണ് ഇവിടെ. പിന്നെ ഇവിടുത്തെ എന്ന് പറയുന്നത് സൂര്യകാന്തി പാടമാണ്. ഫ്ലവേഴ്സ് എല്ലാം വളരെ ഭംഗിയായിട്ടാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഞാൻ എപ്പോൾ ഫ്ലവർ ഷോ ഇവിടെ വന്നാലും വന്ന് കാണാറുണ്ട്. ഒരുപാട് ടൈപ്പ് ഓഫ് വെറൈറ്റി ചെടികൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ കലാഞ്ചിയ, ബോഗൻവില്ല, റോസസ്, ജമന്തി, അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടായിരുന്നു ഇവിടെ. അതുപോലെ തന്നെ ഹൈബ്രിഡ് വെറൈറ്റീസും ഉണ്ടായിരുന്നു ഒരുപാട്. പിന്നെ എന്നെ ഏറെ ആകർഷിച്ച സ്ഥലം എന്ന് പറയുന്നത് സൂര്യകാന്തി സ്പോട്ടായിരുന്നു. എല്ലാ ചെടിയിലും തന്നെ പൂ വിരിഞ്ഞ് നിൽപ്പുണ്ടായിരുന്നു. സൂര്യകാന്തി പാടമൊക്കെ കാണാത്തവർക്ക് അവിടെ പോയ ഒരു വൈബൊക്കെ കിട്ടും. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ പറഞ്ഞത്. ഫ്ലവർ ഷോയുടെ കോർണറിലെല്ലാം ഐസ്ക്രീമൊക്കെ വാങ്ങാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം റോസിൻ്റെ ഒരു ഏരിയ ആണ്. ഒരുപാട് ടൈപ്പ് ഓഫ് വെറൈറ്റീസ് ഇവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കയറി ചെല്ലുന്ന ബേഡ്സിൻ്റെ സെക്ഷനാണ്. ഇവിടെ അധികം ബേഡ്സ് ഒന്നും ഇല്ല, എങ്കിലും കുറച്ച് പ്രാവുകളെയും കിളികളെയൊക്കെ കാണാൻ സാധിക്കും. അവിടെ ചെന്ന പാടെ നമ്മുടെ മോൻ ഇതിനകത്തേക്ക് അങ്ങ് കയറിപ്പോയി. അവനാണെങ്കിൽ കയറാൻ പാകത്തിനുള്ള കമ്പിയഴികളാണ് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ കൈയും കാലും ഒക്കെ കാണിച്ച് അവനെ വെളിയിൽ നിർത്തിയ കാഴ്ചയാണ് ഈ കാണുന്നത്. പിന്നെ മക്കാവും ഉണ്ടായിരുന്നു അവിടെ. പിന്നെ പാമ്പിനെയൊക്കെ പിടിച്ച ഒരാൾ നിൽപ്പുണ്ടായിരുന്നു അവിടെ. പുള്ളിക്ക് കാവലായിട്ട് രണ്ട് സൈഡിലും ഇഗ്വാന ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ സ്റ്റാളുകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയായി. ഒരുപാട് ഹോം അപ്ലയൻസസും ഫർണിച്ചേഴ്സും പിന്നെ പഴയകാല മുട്ടായികൾ, ഫുഡ് കോർട്ട്, അങ്ങനെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള സ്റ്റാളുകളൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ കുട്ടികളുടെ പ്ലേയിങ് സെക്ഷനാണ്. അവിടെ ചെടികളൊക്കെ വാങ്ങാനുള്ള സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.